യുഗാന്ത്യകാലത്തോട് അടുക്കുംതോറും ക്രിസ്തുവിൻ്റെ സാക്ഷികൾ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ തോത് കൂടിക്കൊണ്ടേയിരിക്കും. സാക്ഷ്യം നൽകുന്നതിൻ്റെ അളവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് പീഡനങ്ങളും വർദ്ധിക്കും എന്ന സത്യം സാക്ഷ്യം നൽകുന്നവർ തിരിച്ചറിയേണ്ടതുണ്ട്. പീഡിപ്പിക്കപ്പെടുക എന്നത് സത്യസന്ധമായി ക്രിസ്തു സാക്ഷ്യം നിർവഹിക്കുന്നവരുടെ തലവരെയാണ്, അവകാശമാണ്, ഭാഗ്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഡാനിയേലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം ഒരിക്കൽ കൂടി സന്തോഷത്തോടെ, സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെളിപാട് പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളാണ് ഇനി നാം ചിന്തിക്കാൻ പോകുന്നത്. 2 സാക്ഷികളെക്കുറിച്ചുള്ള വിവരണമാണിത്. വെളിപാട് പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ, ചാക്കുടുത്ത് 1260 ദിവസം പ്രവചിക്കാൻ ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും. അവർ ഭൂമിയുടെ നാഥൻ്റെ മുമ്പിൽ നിൽക്കുന്ന 2 ഒലിവുമരങ്ങളും 2 ദീപപീഠങ്ങളും ആണ്. ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നവർ ഇങ്ങനെ കൊല്ലപ്പെടണം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികളും കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും അവർക്ക് അധികാരം ഉണ്ട്. ചാക്കുടുത്ത് 1260 ദിവസം പ്രവചിക്കുന്ന എൻ്റെ 2 സാക്ഷികൾ. ഇവിടെ ഈ സ്വരം ഉയരുന്നത് ആരുടേതാണ് എന്ന ചോദ്യത്തോടെ നമുക്ക് ആരംഭിക്കാം. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ചാക്കുടുത്ത് 1260 ദിവസം പ്രവചിക്കാൻ ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും. ഈ സ്വരത്തിൻ്റെ ഉറവിടം ക്രിസ്തു തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 2 പേർ ക്രിസ്തുവിൻ്റെ 2 വിശ്വസ്ത സാക്ഷികളാണ്. പശ്ചാത്തലം നമുക്ക് ഓർമ്മയുണ്ട്. സഭയുടെ വാതിലുകൾ ഇപ്പോൾ അടയ്ക്കപ്പെടുകയാണ്. വിജാതീയരുടെ പുറംമുറ്റം ഇനിയില്ല. മാനസാന്തരത്തിനുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ചിരിക്കുന്നു. ഇനി രക്ഷയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളെല്ലാം അടയുന്ന ഈ സമയത്ത് സഭയിൽ നിന്ന് ഉയർന്നു വരുന്ന 2 സാക്ഷികൾ, 2 പ്രസംഗകർ, ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന വിശ്വസ്തരായ 2 പേർ. അവർ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ടത്, ലോകത്തിൻ്റെ മുമ്പിൽ ദൈവം നടത്തുന്ന ക്രിസ്തുവിലേക്കുള്ള ആകർഷണത്തിനായി നടത്തുന്ന അവസാനത്തെ ശ്രമമാണ് അവർ. ലോകം വിധിക്കപ്പെടാൻ പോവുകയാണ്. ഇനി ഒട്ടും സമയമില്ല. ഈ 2 സാക്ഷികൾ ആരാണെന്നതിനെക്കുറിച്ചുള്ള അന്തമില്ലാത്ത ചർച്ചകൾ വചന വ്യാഖ്യാതാക്കൾക്കിടയിലുണ്ട്. നമ്മളും ആ അന്വേഷണത്തിലേക്ക് കടക്കും മുമ്പ് ഈ 2 സാക്ഷികൾ ആര് തന്നെയായാലും വിധിക്കപ്പെടാൻ പോകുന്നതിന് തൊട്ട് മുമ്പ്, ഒട്ടും സമയമില്ലാത്ത ഈ കാലത്ത് ദൈവം ലോകത്തിൻ്റെ മുമ്പിലേക്ക് എടുത്തു വെക്കുന്ന രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരത്തിൻ്റെ പ്രതീകങ്ങളാണ് ഈ 2 സാക്ഷികൾ. അത്ഭുതങ്ങളുടെ അകമ്പടികളോടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നവർ. അവരെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ കാര്യം, അവർ ചാക്ക് വസ്ത്രധാരികളാണ്. ചാക്കുടുത്തു എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ അർത്ഥം, ഒന്നാമതായി അവർ തന്നെ അനുതപിച്ച് തങ്ങളുടെ പാപക്കറകൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ കഴുകി വെടിപ്പാക്കിയവരാണ്. രണ്ടാമതായി, ചാക്കുടുത്തിരിക്കുന്നു എന്നത് ഓർമ്മിപ്പിക്കുന്നത് ലോകത്തിൻ്റെ തിന്മ, അല്ലെങ്കിൽ നേരത്തെ 10-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ വിഗ്രഹാരാധന. ഈ തിന്മയിൽ മനസ്സും ഹൃദയവും ഉരുകി വേദനിക്കുന്നവരാണ് ഈ 2 പേർ. അതാണ് ചാക്ക് വസ്ത്രധാരികൾ എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം. മൂന്നാമതായി, അവർ പ്രസംഗിക്കുന്നത് അനുതാപമാണ്. അവർ അനുതാപം പ്രസംഗിക്കുന്നവരാണ്. 2 തരത്തിലെ പ്രസംഗകരെ നമുക്കിന്ന് ലോകത്ത് കണ്ടുമുട്ടാൻ കഴിയും. 1, അനുതാപം പ്രസംഗിക്കുന്നവർ. 2, അഭിവൃദ്ധി പ്രസംഗിക്കുന്നവർ. ഈ ലോകത്തിലെ സങ്കടങ്ങളും ക്ലേശങ്ങളും ദുഃഖങ്ങളും മാറുന്നതിനുള്ള വഴികൾ
ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നവർ, എപ്പോഴും ജീവിതത്തെ മോട്ടിവേറ്റ് ചെയ്യാൻ, ഈ ലോകത്തെ നിരാശയിൽ നിന്ന് രക്ഷപ്പെടാൻ, ജീവിതം മാറും, ദുഃഖം മാറും, വേദന മാറും, തകർച്ച മാറും എന്നിങ്ങനെ ക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ ഭൂമിയിലെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രോതാക്കളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അഭിവൃദ്ധി പ്രസംഗിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ കൂട്ടര് അനുതാപം പ്രസംഗിക്കുന്നവരാണ്. മാനസാന്തരപ്പെടാൻ അവർ ആഹ്വാനം ചെയ്യുന്നു, ക്രിസ്തുവിലേക്ക് തിരിയാൻ അവർ ക്ഷണിക്കുന്നു. ഈ ലോകത്തിൻ്റെ മഹിമയും പകിട്ടും ലാവണ്യവും നോക്കിയിരിക്കുന്നതിന് പകരം ക്രിസ്തുവിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ അവർ ക്ഷണിക്കുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു ആകുന്നതിന് പകരം ക്രിസ്തുവായി മാറാനുള്ള ആഹ്വാനം അവർ നൽകിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ ഹൃദയമുള്ള സാക്ഷികളെ തിരിച്ചറിയണമെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ പ്രഭാഷണങ്ങളിൽ അഭിവൃദ്ധിയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ അവർ ലോകത്തിൻ്റെ സാക്ഷികളാണ്. അനുതാപമാണ് അവർ പ്രസംഗിക്കുന്നതെങ്കിൽ അവർ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. ഈ യുഗാന്ത്യകാലത്ത് മനുഷ്യൻ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകളിലൊന്ന് ഇത്തരം പ്രഘോഷണങ്ങളിലാണ്. ഈ ലോകത്തിലേക്ക് മാത്രം ശ്രദ്ധ വെക്കാൻ സ്വാർത്ഥതയും അഹങ്കാരവും അസൂയയും കലഹങ്ങളും ഭിന്നതകളും വെടിഞ്ഞ് ക്രിസ്തുവായി മാറുന്നതിന് പ്രേരിപ്പിക്കപ്പെടുന്നതിന് പകരം ഈ ഭൂമിയിലെ ദുഃഖങ്ങളും ക്ലേശങ്ങളും ഭാരങ്ങളും വേദനകളും മാറാൻ മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, അതിനുവേണ്ടി മാത്രം ശുശ്രൂഷകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം നടത്തിക്കൊണ്ടേയിരിക്കുന്ന എല്ലായിടങ്ങളും ഈ യുഗാന്ത്യകാലത്ത് തിരിച്ചറിയണം, ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ വിപരീത ദിശയിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഒരു സംഗതിയാണ്. ഇന്ന് വിശ്വാസലോകത്തിലെ മഹാഭൂരിപക്ഷത്തിനും ഇത് കാണാൻ കഴിയുന്നില്ല. ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് ഈ ലോകത്തിലേക്ക് ശ്രദ്ധ വെച്ച് ഈ ലോകത്തിലെ നേട്ടങ്ങൾ കിട്ടാതാകുമ്പോൾ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ഈ ഭൂമിയിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും ക്രിസ്തുവിനെ ലഭിച്ചതിൻ്റെ സന്തോഷം തിരിച്ചറിയാതെ ക്രിസ്തുവായി മാറണം എന്ന ലക്ഷ്യത്തിലേക്ക് നോക്കാതെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് വെളിയിലുള്ള മനുഷ്യരുടെ പ്രബോധനങ്ങളാണ്. അവർ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളല്ല. അതുകൊണ്ട് സാക്ഷ്യം നൽകുന്നവരെ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനുതാപത്തിൻ്റെ സുവിശേഷവും അഭിവൃദ്ധിയുടെ സുവിശേഷവും ലോകത്തിൻ്റെ സുവിശേഷവും ക്രിസ്തുവിൻ്റെ സുവിശേഷവും തമ്മിൽ തിരിച്ചറിയാനുള്ള ജ്ഞാനവും വിവേകവും സൂക്ഷ്മബുദ്ധിയും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇനി ഈ രണ്ട് സാക്ഷികളെ 4-ാമത്തെ വാക്യത്തിൽ ഉപമിക്കുന്നത് അവർ ഭൂമിയുടെ നാഥൻ്റെ മുമ്പിൽ നിൽക്കുന്ന 2 ഒലിവ് മരങ്ങളും 2 ദീപപീഠങ്ങളുമാണ് എന്നാണ്. ഈ ഒലിവ് മരങ്ങളും ദീപപീഠങ്ങളും ഓർമ്മിപ്പിക്കുന്നത് സക്കറിയ പ്രവചനം 4-ാം അധ്യായത്തിലെ ദർശനത്തെയാണ്. ആ ദർശനം വായിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ സാക്ഷികളുടെ ഐഡൻറ്റിറ്റിയെ സംബന്ധിക്കുന്ന തിരിച്ചറിവുകളിലേക്ക് എത്താൻ കഴിയൂ. സക്കറിയ 4-ാം അധ്യായം ഞാൻ വായിക്കുകയാണ്. എന്നോട് സംസാരിച്ച ദൂതൻ വീണ്ടും വന്നെന്നെ ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർത്തി ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് ദണ്ടിൻ്റെ മുകളിൽ ഒരു കോപ്പയും അതിൽ 7 ദീപങ്ങളും, ഓരോന്നിനു മുകളിൽ 7 ദലങ്ങൾ. കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം. എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു, പ്രഭു, എന്താണിത്? ദൂതൻ പറഞ്ഞു, ഇതെന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭു, ഞാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബ്ബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. മഹാപർവ്വതമേ, നീ എന്താണ്? സെറുബ്ബാബേലിൻ്റെ മുമ്പിൽ നീ സമതലമാകും. അവസാനത്തെ കല്ല് വെച്ച് കഴിയുമ്പോൾ ജനം എത്ര മനോഹരമെന്ന് ആർപ്പ് വിളിക്കും. കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, സെറുബ്ബാബേലിൻ്റെ കരം ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവനിത് പൂർത്തിയാക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നുവെന്ന് അപ്പോൾ നീ അറിയും. വാക്യം 11. ഞാൻ അവനോട് ചോദിച്ചു, വിളക്ക് ദണ്ടിന് ഇടത്തും വലത്തുമുള്ള 2 ഒലിവ് മരങ്ങൾ എന്താണ്? ഞാൻ വീണ്ടും ചോദിച്ചു, എണ്ണ പകരുന്ന പൊൻകുഴലിൻ്റെ സമീപമുള്ള ഒലിവ് ശാഖകൾ എന്താണ്? അവൻ പറഞ്ഞു, ഇതെന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭു, ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഭൂമി മുഴുവൻ്റെയും കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന 2 അഭിഷിക്തരാണ് അത്. ഇതാണ് സക്കറിയായിൽ കാണുന്ന ദർശനം. എന്താണ് സക്കറിയായിലെ ഈ ദർശനവും വെളിപാടിലെ ദർശനവും തമ്മിലുള്ള ബന്ധം എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്.
സക്കറിയ 4 ഞാനിപ്പോൾ വായിച്ച ദർശനത്തിലെ ആ 2 ഒലിവുമരങ്ങൾ, ദീപപീഠത്തിന് അപ്പുറത്തും ഇപ്പുറത്തുമായി നിൽക്കുന്ന ഒലിവുമരങ്ങൾ സൂചിപ്പിക്കുന്നത് 2 വ്യക്തികളെയാണ്. അവർ സെറുബാബേലും അന്നത്തെ പ്രധാന പുരോഹിതനായിരുന്ന ജോഷുവയും ആണ്. സെറുബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തി ജെറുസലേമിലെത്തിയ ജനത്തിൻ്റെ ഗവർണറായിരുന്നു. ജോഷുവ പ്രധാന പുരോഹിതനായിരുന്നു. ഇവരാണ് ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് 2ാമത്തെ ദേവാലയം നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തവർ. അവർ ആ ദേവാലയ നിർമ്മാണം നടത്തിയത് സൈന്യബലത്താലോ കരബലത്താലോ അല്ല, ദൈവാത്മാവിൻ്റെ ശക്തിയാലാണ്. സെറുബാബേലും ജോഷുവയും 2ാം ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണങ്ങളായി മാറിയതുപോലെ ഇവിടെ വെളിപാട് പുസ്തകത്തിൽ ക്രിസ്തുവിൻ്റെ ഈ 2 സാക്ഷികൾ യുഗാന്ത്യ ദേവാലയമായ, അതായത് എസ്കറ്റോളജിക്കൽ ടെമ്പിളായ പുതിയ ജെറുസലേമിൻ്റെ രൂപപ്പെടലിന് വഴിയൊരുക്കുന്നവരാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം. പഴയ നിയമത്തിൽ സക്കറിയ പ്രവചനത്തിൽ സൂചിപ്പിക്കപ്പെട്ട ഈ 2 ഒലിവുമരങ്ങൾ സൂചിപ്പിച്ചതുപോലെ വെളിപാട് പുസ്തകത്തിലെ ഈ 2 സാക്ഷികൾ യുഗാന്ത്യ ദേവാലയമായ പുതിയ ജെറുസലേമിൻ്റെ രൂപപ്പെടലിന് വഴിയൊരുക്കുന്നവരാണ്. അവർ ദീപപീഠങ്ങളാണ്. ദീപപീഠങ്ങൾ നമ്മൾ കണ്ടതാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും അവ സഭയുടെ പ്രതീകമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഈ വിളക്ക് തണ്ട് അല്ലെങ്കിൽ ദീപപീഠം സഭയാണെങ്കിൽ അവരിൽ കത്തിക്കൊണ്ടിരുന്ന ദീപം ക്രിസ്തുവാണെന്നും നമ്മൾ 1-2 അധ്യായങ്ങളിൽ കണ്ടിരുന്നു. അവരിൽ ക്രിസ്തുവാകുന്ന ദീപം കത്താൻ ജ്വലിക്കുന്ന എണ്ണ പരിശുദ്ധാത്മാവുമാണ്. വീണ്ടും ചോദ്യം അവശേഷിക്കുകയാണ്, ആരാണ് ഇവർ? യുഗാന്ത്യത്തിൽ സഭയുടെ മഹാഞെരുക്കത്തിൻ്റെ കാലത്ത് സാക്ഷികളായി ഉയർന്നു വരാനിരിക്കുന്ന 2 വ്യക്തികളായി ഇവരെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതി ഈ ഭാഗം വ്യാഖ്യാനിക്കുന്ന അനേകം ആളുകളുടെ ഇടയിലുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് തെറ്റുമില്ല. അതായത് യുഗാന്ത്യത്തിൽ ഉയർന്നു വരാൻ പോകുന്ന 2 വ്യക്തികളായി തന്നെ ഈ സാക്ഷികളെ കാണുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ 2 സാക്ഷികൾ ഒരടയാളമായി, പ്രതീകമായി സൂചിപ്പിക്കുന്നത് യുഗാന്ത്യകാലത്ത് സഭ നൽകുന്ന സുവിശേഷ സാക്ഷ്യത്തെയാണ്. യുഗാന്ത്യകാലത്ത് സഭ ലോകത്തിന് നൽകുന്ന സുവിശേഷ സാക്ഷ്യത്തിൻ്റെ അടയാളങ്ങളാണ് ഈ 2 സാക്ഷികൾ. എന്തുകൊണ്ടാണ് 2? ഒന്നുകിൽ അത് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധപ്പെടുത്തി ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാകാം. അല്ലെങ്കിൽ യഹൂദരും വിജാതീയരും അടങ്ങുന്ന സഭ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ പ്രതീകമാകാം. ഒരുപക്ഷെ അതിലുപരി ബൈബിൾ ലോകത്ത് ഏത് കാര്യത്തിൻ്റെ, ഏത് സാക്ഷ്യത്തിൻ്റെ ആധികാരികതയ്ക്കും 2 പേർ വേണം എന്ന നിർബന്ധമുണ്ടായിരുന്നതുകൊണ്ട് ഇത് സഭ നൽകുന്ന സുവിശേഷ സാക്ഷ്യത്തിൻ്റെ ആധികാരികതയുടെ പ്രതീകങ്ങളും ആകാം. വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്തോട് സഭ ഒരവസാന ശ്രമമെന്നോണം നടത്തുന്ന സുവിശേഷത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകൾ ഇന്ന് ലോകത്തെല്ലായിടത്തുമുണ്ട്. മഹാപീഡനങ്ങളും ഞെരുക്കങ്ങളും വേദനകളും സഹിച്ച് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന എല്ലാ മിഷണറിമാരുടെയും പ്രതീകമാണ് ഈ യുഗാന്ത്യകാലത്തെ 2 സാക്ഷികൾ. ഫറവോയ്ക്കെതിരെ മോശയെപ്പോലെയാണ് അവർ. ആഹാബിനും ബാൽദേവനുമെതിരെ നിന്ന ഏലിയായെപ്പോലെ ആണ് അവർ. ദൈവശക്തി അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത്. ഈ സാക്ഷികളെക്കുറിച്ച് നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ 5-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്, ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നവർ ഇങ്ങനെ കൊല്ലപ്പെടണം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ആകാശമടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികളും കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും അവർക്ക് അധികാരം ഉണ്ട്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. എൻ്റെ വചനം അവരുടെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. അതുപോലെ തന്നെ ഈ വാക്യങ്ങൾ 2 പ്രാവശ്യം രാജാവ് അയക്കുന്ന ദൂതന്മാരുടെ മുമ്പിൽ 1 പ്രാവശ്യവും പിന്നീട്
കാർമൽ മലയിൽ ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുമ്പിലും അഗ്നി ഇറക്കുന്ന ഏലിയായെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തെ ധിക്കരിച്ച് മറുതലിച്ച് ജീവിച്ച ആഹാബിൻ്റെ കാലത്ത് മഴ തടയുന്ന ഏലിയായെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫറവോയുടെ ഇസ്രായേൽ മക്കളോട് കാണിച്ച ഭയാനകമായ പീഡനത്തിൻ്റെ മുൻപിൽ നിന്ന, അതിനെ പ്രതിരോധിച്ച് നിന്ന മോശ നൈൽ നദിയിലെ ജലത്തെ രക്തമാക്കി മാറ്റുന്നതിൻ്റെ സൂചനയുണ്ട്. ചുരുക്കത്തിൽ മോശയെപ്പോലെ ഏലിയായെപ്പോലെ ദൈവശക്തി വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ സാക്ഷികൾ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നത്. കൂടുതൽ വിശദമായ ചില കാര്യങ്ങൾ കൂടി ഈ സാക്ഷികളെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം. കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിശക്തമായ ദൈവാനുഭവത്തിൻ്റെയും ദൈവകൃപയുടെയും നാളുകളായി ഈ കാലഘട്ടം മാറുന്നതിന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ദുഃഖങ്ങളിലും ആകുലതകളിലും ദൈവികമായ ഒരു വെളിച്ചം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും ഈ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനവുമായി കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിങ്ങളറിയണം, ഞാൻ ഡാനിയലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.